മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ ഒരാൾക്ക് ഒരു വാക്കു കൊടുത്താൽ കഴിയുന്നതും അത് പാലിക്കാൻ ശ്രമിക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണ്. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്ക് അത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നിങ്ങൾ അവഗണിക്കപ്പെടും. ഭക്തരെ, കഠിനാധ്വാനം നിങ്ങളുടെ ആയുധമാണെങ്കിൽ വിജയം നിങ്ങളുടെ അടിമയാകും. സങ്കടമായാലും സന്തോഷമായാലും ഒരുപോലെ നിങ്ങളെ കേട്ടിരിക്കാൻ കഴിവുള്ള ഒരാൾ മതി. ജീവിതത്തിൽ ആരൊക്കെ അവഗണിച്ചാലും ആ ഒരാളുടെ സാന്നിധ്യം തളരാതെ പിടിച്ചു നിർത്തും. പലർക്കും പുറമേ മോടിയുണ്ടെന്ന് കരുതി മനസ്സിന് മോടി ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് മോടി എന്നത് പുറമേക്കുള്ള അലങ്കാരം മാത്രമാണ്. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല, മറിച്ച് പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഉപയോഗിക്കുന്ന വാക്കുകളും സംസാരിക്കുന്ന രീതികളും മാറിക്കഴിഞ്ഞാൽ മനസ്സും മാറിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കുക. മോശമായതെന്തും നിങ്ങളിലേക്ക് പെട്ടെന്നടുക്കും. പക്ഷേ നല്ലത് നേടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അഹങ്കാരമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുറവ്. അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും. എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ. നിങ്ങൾക്ക് പരാജയം സംഭവിക്കുമ്പോൾ അതിനെ നിങ്ങൾ ഭയപ്പെടരുത്. പകരം ആ പരാജയത്തെ ധൈര്യമായി നേരിടുക. പിന്നീടുള്ള വിജയം നിങ്ങൾക്കായിരിക്കും. എന്ത് നല്ല കാര്യം ചെയ്താലും അതിലെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്നവരിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക. ജീവിതത്തിലെ നിങ്ങളുടെ മോശം സമയങ്ങളിൽ നിങ്ങളെ ചേർത്തു പിടിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കുക. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നിങ്ങൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. ഭക്തരെ, ഒരുപാട് തവണ വാക്കു തരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കാതിരിക്കുക. അത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.